Excuse me. Yes, Who are you? I am Rajani. Yes. Who are you? പാലക്കാട്. സ്ഥലപ്പേരല്ല ചോദിച്ചത്, നിന്റെ പേരാ. ഞാൻ പറഞ്ഞത് നാടിന്റെ പേരല്ല, എന്റെ പേരാണ്. എന്റെ മുഴുവൻ പേര് പാലക്കാട് മാധവൻ നായർ. ഓഹോ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ പാലക്കാടിനെ നോക്കി ബാഡ് മാൻ, മാഡ് മാൻ, സാഡ് മാൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയത് കാരണം ആ മാധവനെ കട്ട് ചെയ്ത് വെറും പാലക്കാടിനാക്കിയതാ. ഓ. വാട്ട്സ് യുവർ പ്രോബ്ലം? നത്തിങ് ഈസ് ദേർ. മറവി എല്ലാം മറന്നു. മറവിയോ? Forget it. നിനക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, നിന്നെ ഞാൻ ചികിത്സിക്കാം, വാ. നീയും കൂടെ വാ. ഇതേതാണ്? ഇത് ഡോക്ടർ അസീൻ. അതെയോ? യുവർ ഗസിംഗ് ഈസ് കറക്റ്റ്. അസിൻ, 6-ാം നമ്പർ വാർഡിൽ 7-ാം നമ്പർ പേഷ്യന്റിന് എനിമ കൊടുക്കാൻ സമയമായി. നീ അങ്ങോട്ട് പോ. കം വിത്ത് മീ. അപ്പോ ഇത് കൈയെടുക്ക്. യു മിസ്റ്റർ രജനി, അത് പ്ലാസ്റ്റിക് ഫ്ലവർ ആണ്, നോ സ്മെൽ. ഐ നോ. യു രജനി, പാലക്കാടൻ. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ റെഡി ആയിരിക്കണം. ഞാനും എന്റെ ഭാര്യയും ഒരു വീട്ടിലിരിക്കും. ഓക്കെ. അടുത്ത വീട്ടിൽ ഒരു തെറിച്ച പയ്യനും അവന്റെ ഭാര്യയും ഉണ്ട്. എന്റെ എതിർവശത്തെ വീട്ടിൽ ഒരു കുള്ളനും ഭാര്യയും താമസിക്കുന്നുണ്ട്. ആ കുള്ളനും തെറിച്ച പയ്യന്റെ ഭാര്യയും തമ്മിൽ കണക്ഷനായി. അവർ രണ്ടുപേരും എസ്കേപ്പ്. ഈ വിഷയം അറിഞ്ഞ കുള്ളന്റെ ഭാര്യ പുഴയിൽ ചാടി. അയ്യോ. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ എന്നോട് തിരിച്ചു പറയണം. റിപ്പീറ്റ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു. അടുത്ത വീട്ടിൽ ആ തലതെറിച്ച പയ്യനും നിങ്ങളുടെ ഭാര്യയുമുണ്ട്. എന്റെ ഭാര്യയല്ല, യു ആർ മിസ്റ്റേക്കൻ. എന്താണ് മിസ്റ്റേക്ക്? അവന്റെ ഭാര്യ അവന്റെ കൂടെ ഉണ്ട്, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്. എതിർ വീട്ടിൽ കുള്ളനും ഉണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അടുത്ത വീട്ടിൽ കുള്ളനുണ്ട്. കുള്ളനും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ ഡിങ്കോൾഫിയായി. കുള്ളനും എന്റെ ഭാര്യയ്ക്കുമല്ല, തെറിച്ച പയ്യന്റെ ഭാര്യയും കുള്ളനും തമ്മിലാണ് പ്രണയത്തിലായത്. ഓ, എനിക്ക് കിട്ടി, എനിക്ക് പിടി കിട്ടി. രണ്ടുപേരും ചേർന്ന് ഡിങ്കോൾഫികൾ രണ്ടും പാകിസ്ഥാനിൽ ഒളിച്ചോടി പോയി. എടാ രജനി, ഇനി പറയൂ പാലക്കാടൻ. മിസ്റ്റർ രജനി, നിങ്ങളൊരു പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. നിങ്ങളുടെ രോഗം വളർന്ന അപകടാവസ്ഥയിലാണ്. ഓ, ഐ സി. അല്ല, രോഗം ഇത്രയും മൂർച്ഛിച്ചിട്ടെന്താ ഡോക്ടറെ കാണിക്കാത്തത്? എന്റെ ഗുരുവായൂരപ്പ, അവൻ എന്നെയാണോ ചികിത്സിക്കാൻ പോകുന്നത്? ഹലോ, എന്താണാവോ? മീൻകറിയിൽ പരിപ്പ് മുളകൂട്ട് വേവിച്ച നന്നായിരിക്കും. നല്ല കോമ്പിനേഷൻ. നോ, ആ ഫോൺ ചെയ്തത് എന്റെ ഭാര്യയാണ്. തന്റെ ഭാര്യ എന്തിനാ എന്നെ വിളിക്കുന്നത്? അത് എന്റെ ഭാര്യയെ. എന്റെ ഭാര്യ ഏതാണെന്നോ അവന്റെ ഭാര്യ ഏതാണെന്നോ അവന് തിരിച്ചറിയുന്നില്ല. എന്റെ കഥ കൊണ്ട് എനിക്ക് തന്നെ പണി കിട്ടിയിരിക്കുന്നു. നീ എന്തിനാ സ്വയം സംസാരിക്കുന്നേ? നിന്റെ രോഗം അങ്ങ് കൂടിപ്പോയി. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? രജനി. താങ്ക് യു മിസ്റ്റർ പാലക്കാട്. ഡോക്ടർ, GH ൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. അർജന്റായിട്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്. ഡോക്ടർ, ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. റെയിൽവേ ട്രാക്കിൽ ഒരു കൊലപാതകം കണ്ടു. ആരെ കൊന്നു? ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കൊന്നു. എപ്പോ? 3 ദിവസം മുമ്പ്. ഇപ്പൊ നടന്നത് ഇവന് ഓർമ്മയില്ല, പിന്നെയാണോ 3 ദിവസം മുമ്പ് നടന്ന കാര്യം ഓർക്കുന്നത്? യെസ്, നീ വന്നപ്പോ വല്ല റോങ് റൂട്ടിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾ പറയുന്നത്? ഏതാ കൊലയാളി? നിങ്ങൾ പോകുന്ന റോങ്ങിലൂടെയാ. നീ പറയുന്നത് കൊലയാളിയെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണോ? ഒരു കാര്യം ചെയ്യാം, നീ നിന്റെ റൂട്ടിൽ പോ, ഞാൻ എന്റെ റൂട്ടിൽ പോയേക്കാം. ചുറ്റും വീഴിച്ചുടരേ, ചുറ്റും വീഴിച്ചുടരേ. രമ്യ, നീ നിന്റെ അമ്മയെ ചതിച്ചിരിക്കുകയാണ്. നിന്റെ അച്ഛനെ നീ ഇപ്പൊ ചതിച്ചിരിക്കുന്നു. പക്ഷേ ഈ പുലിക്കുട്ടിയെ ചതിക്കാൻ കഴിയില്ല. നിന്നെ പിടിച്ചിരിക്കും. നീ എവിടെയായിരുന്നാലും ശരി, നിന്നെ തേടി ഞാൻ കണ്ടുപിടിക്കും. കാപ്പി കുടിക്കൂ. അയ്യോ, അതെ, അയ്യോ, പുലിക്കുട്ടി, താരേ, ഒന്ന് വേഗം വാ. അയ്യോ, എന്താ പറ്റിയത്? അമ്മാവൻ എന്താ പറ്റിയത്? ഹലോ ഡോക്ടർ സാറേ. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, വിഷമിക്കണ്ട. സ്വന്തം മകളെ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ചു. അവളുടെ മുഖം കാണാൻ പോലും കഴിഞ്ഞില്ല. ആ ഭാഗ്യം പോലും ഉണ്ടായില്ല. ട്രെയിൻ തട്ടി മരിച്ചാണെന്നോ? അതെ ഡോക്ടർ, ഈ ന്യൂസ് കണ്ടപ്പോഴാ അമ്മാവന് നെഞ്ചുവേദന വന്നത്. ഇത് നിങ്ങളുടെ മകളാണോ?
ഈ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാനാണല്ലോ. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഭർത്താവിന് ഞാൻ കൊടുത്തു വിട്ടല്ലോ. ഭർത്താവോ? വീട്ടുകാർ അറിയാതെ അവൾ കല്യാണം കഴിച്ചു. ആ കുട്ടിയുടെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണെന്നാ തോന്നുന്നത്. അയാളുടെ ഭാര്യ മരിച്ചതിന്റെ ദുഃഖം അയാൾക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. എന്റെ ഭാര്യ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അയാൾ കരഞ്ഞപ്പോ എനിക്ക് തന്നെ വിഷമമായി പോയി. ഡോക്ടർ, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. എങ്ങനെയെങ്കിലും അഡ്രസ് കണ്ടുപിടിച്ച് അങ്ങനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരൂ. ആ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു വക്കീലുണ്ടായിരുന്നു. അയാളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവരെ വിളിപ്പിക്കാം. lakhs. ബില്ലെന്നാ? Thank you. എടാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ തൊട്ട് ഞാൻ നിന്നെ അന്വേഷിക്കായിരുന്നു. എന്നെയോ? എന്താ കാര്യം? പറയാം. നിന്റെ അഭിനയം ഇനിയും തുടരണം. അഭിനയം തുടരാനോ? എന്തിന്? അതെ, നീ അർജന്റായിട്ട് ആ പെണ്ണിന്റെ അച്ഛനെ പോയി കാണണം. എന്റെ ഭാര്യയുടെ അച്ഛനെയോ? അങ്ങേരല്ലടാ, നേരത്തെ മരിച്ചുപോയില്ലേ നിന്റെ ഭാര്യ, അവളുടെ അച്ഛനെ. അയ്യോ, അത് വേണ്ട. അത് വലിയ പ്രശ്നമായി തീരും. എടാ, അല്ലെങ്കിൽ തന്നെ അയാൾക്ക് 2 അറ്റാക്ക് കഴിഞ്ഞതാ. ഇനിയൊരു അറ്റാക്ക് വന്ന അയാൾ തട്ടിപ്പോവെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നീ പോയി അയാളെ അച്ഛാന്നൊന്ന് വിളിച്ചോന്ന് വെച്ചോ, അയാൾക്ക് സമാധാനാകൂടാ. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ അതൊരു പുണ്യ. അങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. നീ ഒന്നും ആലോചിക്കണ്ട, വാടാ. ഇതാണ് വിശ്വനാഥൻ സാറ്. നിങ്ങളുടെ മകളുടെ ഭർത്താവ്. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? കണ്ടില്ലേ, അച്ഛാന്ന് വിളിച്ചപ്പോ എത്ര സന്തോഷത്തോടെ എഴുന്നേറ്റത്. ഞങ്ങൾ ഡോക്ടർമാർക്ക് മരുന്നല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്നായല്ലോ. എന്റെ ജോലി കഴിഞ്ഞു. ഹാവ് എ ഗുഡ് ഡേ. വിഷമിക്കരുത്, സമയദോഷമാ. ഇപ്പൊ ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ കൂടെ ഇല്ല മോനെ. അതുകൊണ്ട് മോൻ ഞങ്ങളോടൊപ്പം കഴിയുകയാണെങ്കിൽ ആ ദുഃഖം ഞങ്ങൾക്കുണ്ടാവില്ല. ഭാര്യ ഇല്ലാതെ ഇവൻ എങ്ങനെയാ അവിടെ കഴിയുക? അതെ, ആ വീട്ടിലുള്ള എന്ത് കണ്ടാലും എന്റെ ഭാര്യയുടെ ഓർമ്മ വരും. കുറച്ചു കാലം ജീവിച്ചപ്പോഴേക്കും നിനക്കിങ്ങനെയാണെങ്കിൽ അവളെ ഓമനിച്ച് വളർത്തിയ ഞാൻ ഇതെങ്ങനെ സഹിക്കും? അവൾക്ക് വേണ്ടി ഞാൻ ഒന്നും നൽകിയിട്ടില്ല. എന്നാൽ നീയെല്ലാം നൽകി. അവളുടെ കർമ്മം ചെയ്യാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ മഹാഭാവിയാണ്. എടാ, നിന്റെ സമയം തെളിഞ്ഞടാ. ഒറ്റ കീറ് വെച്ചാണല്ലോ. അയ്യോ, ഞാൻ അതെല്ലാം പറയണ്ട. ഈ അഭിനയമെല്ലാം ഞാൻ മതിയാക്കുക. ഒരു കർമ്മവും ചെയ്യാൻ എനിക്കിനി വയ്യ. ഇനി എന്റെ മനസ്സതിന് അനുവദിക്കില്ല. മനസ്സിലായി. നിനക്കിപ്പോ ശാന്തി വേണം. ശാന്തിയോ? അതേത് പെണ്ണാടാ? അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്.